ഗവർണറെ ഞെട്ടിച്ചുകൊണ്ടുള്ള മാസ് മൂവ് ആയിരുന്നു ഇന്ന് സഭയിൽ കണ്ടത്. വി.ഡി. സതീശൻ സർക്കാരിന്റെ 16ാം നിയമസഭയുടെ നയപ്രഖ്യാപന ദിവസമായ ഇന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ ഗവർണറെ ഞെട്ടിക്കുകയായിരുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേ മാതരം മുഴുവൻ ആലപിച്ചതിന് CPM ഉണ്ടാക്കിയ പുകിലിനും മറുപടിയായിരുന്നു ഇന്ന് സഭയിൽ അരങ്ങേറിയ ആ സംഭവം. UDF സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തിൽ തന്നെ സർക്കാരും ലോക്ഭവനും തമ്മിൽ കല്ലുകടി ഉണ്ടാകാനുള്ള പ്രധാന കാരണം ഗവർണറെ നിയമസഭയിലേക്ക് സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി വന്ദേ മാതരം മുഴുവൻ വായിക്കണമെന്ന നിർദ്ദേശം സർക്കാർ തള്ളി എന്നതാണ്. കേരള പോലീസിന്റെ ബാൻഡ് വന്ദേ മാതരത്തിന്റെ ആദ്യ ഭാഗം മാത്രം വായിച്ചു നിർത്തി. ഇതോടെ ഗവർണറുടെയും ലോക്ഭവന്റെയും തുടർനീക്കം എന്താകും എന്നാണ് ഉറ്റുനോക്കുന്നത്. എന്നാൽ നയപ്രഖ്യാപന പ്രസംഗം മലയാളത്തിൽ നമസ്കാരം പറഞ്ഞു തുടങ്ങിയ ഗവർണർ തുടക്കത്തിൽ എതിർപ്പോ വന്ദേ മാതരം സംബന്ധിച്ച് എന്തെങ്കിലും പരാമർശമോ നടത്തിയിട്ടില്ല. ഒരുപക്ഷേ കഴിഞ്ഞ സർക്കാരും ഗവർണറും നടത്തിയ പോരിനേക്കാൾ വലിയ പോരാകും ഇനി ഉണ്ടാവുക എന്ന വ്യക്തമായ സൂചന കൂടിയാണ് ഇന്നത്തെ നയപ്രഖ്യാപന വേദി തന്നത്. പുതിയ UDF സർക്കാർ ഗവർണർക്ക് നൽകിയ ആദ്യത്തെ ശക്തമായ പ്രഹരം കൂടിയാണ്. ഗവർണറുടെ അമിത അധികാര പ്രയോഗങ്ങൾക്കും രാജ്ഭവന്റെ ഇടപെടലുകൾക്കും മുന്നിൽ സർക്കാർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന കൃത്യമായ മുന്നറിയിപ്പാണ് ഇതിലൂടെ നൽകിയിരിക്കുന്നത്. സർക്കാരും ഗവർണറും തമ്മിലുള്ള വരും ദിവസങ്ങളിലെ ബന്ധം എങ്ങനെയായിരിക്കും എന്നതിന്റെ സൂചന കൂടിയാണ് ഈ സംഭവം. ഇത് RSS അജണ്ടയോടുള്ള UDFന്റെ നേരിട്ടുള്ള വെല്ലുവിളി കൂടിയാണ്. വന്ദേ മാതരത്തെ മുൻനിർത്തി തീവ്ര ദേശീയതാവാദങ്ങൾ ഉയർത്തുവാനും അത് കേരളത്തിൽ അടിച്ചേൽപ്പിക്കാനുമുള്ള സംഘപരിവാർ നീക്കങ്ങൾക്ക് സംസ്ഥാനത്തിന്റെ മണ്ണിൽ പ്രത്യേകിച്ച് നിയമസഭയ്ക്കുള്ളിൽ സ്ഥാനമില്ല എന്ന കടുത്ത പ്രഖ്യാപനമാണ് നൽകിയിരിക്കുന്നത്. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നേതൃത്വത്തിൽ സഭയുടെ പരമാധികാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇത്തരം അജണ്ടകൾക്ക് വഴങ്ങില്ല എന്ന കൃത്യമായ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഈ സംഭവത്തോടെ സർക്കാരും രാജ്ഭവനും തമ്മിലുള്ള അണിയറ നീക്കങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ കടുക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. വന്ദേ മാതര വിവാദത്തിൽ CPMന്റെ വിമർശനങ്ങൾക്കുള്ള മറുപടിയും ഒപ്പം RSS അജണ്ടകൾക്കെതിരെയുള്ള പ്രതിരോധവും ഒരേ സമയം തീർത്തുകൊണ്ട് UDF സർക്കാർ സഭയിൽ തങ്ങളുടെ രാഷ്ട്രീയ നിലപാട് കൃത്യമായിട്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. സഭയിലെ ആരങ്ങേറിയ ദൃശ്യങ്ങൾ ചേർക്കുന്നു, കാണാം. സമയത്തിനകം തന്നെ നയപ്രഖ്യാപന പ്രസംഗത്തിലേക്ക് കടക്കുകയാണ് ഗവർണർ. Seconds. Only